ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 പരിശുദ്ധ ഖുർആനിൽ വലയാലിൻ അശ്ർ എന്ന് ഫജ്ർ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, വളരെ മഹത്വമേറിയ 10 രാത്രികൾ തന്നെ സത്യം എന്ന് ദുൽഹിജ്ജയുടെ ആദ്യത്തെ രാത്രികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, രാത്രികൾ എന്ന് പറഞ്ഞാൽ പകലും കൂടിയിട്ടാണ് അതിന്റെ താല്പര്യം. കാരണം അറബികൾക്കൊരു സ്വഭാവമുണ്ട്, രാത്രി എന്ന് പറഞ്ഞ് ഒരു ദിവസം മൊത്തം അവർ ഉദ്ദേശിക്കും. അതുകൊണ്ട് തന്നെ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 രാത്രികൾക്ക് മാത്രമല്ല പകലിനും വലിയ ബഹുമാനമാണ്. ആ 10 ദിവസങ്ങൾ ഹജ്ജിന്റെ സൽക്കർമ്മങ്ങളുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഅബയുടെ ചാരത്തും മക്കത്തും തടിച്ചുകൂടുന്ന ഹാജിമാർ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുമായി ഏർപ്പെടുന്ന സമയമായതുകൊണ്ട് അതിന് വലിയ മഹത്വം ഉണ്ട് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കേവലം ഹജ്ജിന് പോയ ഹാജിമാർക്ക് മാത്രം മഹത്വം ഉള്ള ഒരു മാസമല്ല ദുൽഹിജ്ജ മാസവും. അതുപോലെ തന്നെ ആ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ, മറിച്ച് ഹജ്ജിന് പോകാതെ നാട്ടിൽ ഇരിക്കുന്ന മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ സമയമാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസം. ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാ മിൻ അയ്യാമിൻ, ദിവസങ്ങളിൽ വെച്ച് അമല് ചെയ്യുമ്പോൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലുള്ള അമലുകൾ. അതിന് വലിയ പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഇബാദത്ത്, നിസ്കാരമായാലും നോമ്പായാലും സൽക്കർമ്മങ്ങളായാലും. പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കുന്നത് ഹറാമാണ്. ആ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ 3 ദിവസം അയ്യാമുത്ത തശ്രീഖ്, ആ ദിവസങ്ങളിലും നോമ്പ് നോൽക്കുന്നത് ഹറാമാണ്. അതല്ലാതെ ദുൽഹിജ്ജയുടെ 1 മുതൽ 9 ദിവസങ്ങളും നോമ്പ് നോൽക്കുന്നത് വലിയ മഹത്വമുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ദുൽഹിജ്ജ 9 അറഫ ദിവസം, അന്ന് ഒരാൾ നോമ്പ് നോറ്റാൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. ആ വർഷവും അതിന്റെ അടുത്ത വർഷവും ആ മനുഷ്യന് അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അത്രയും വലിയ മഹത്വമുള്ള നോമ്പാണ് ദുൽഹിജ്ജ 9-ാം ദിവസത്തിന്റെ നോമ്പ്, അറഫ ദിവസത്തിന്റെ നോമ്പ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ അറഫ ദിവസത്തിന് നോമ്പ് നോറ്റാൽ അടുത്ത കൊല്ലം കൂടി അയാൾ മരിക്കാതെ ബാക്കിയുണ്ടാകും എന്നതിനുള്ള സന്തോഷ വാർത്തയാണ് അത്. കാരണം അടുത്ത കൊല്ലത്തിന്റെ പാപം കൂടി അല്ലാഹു തആല പുറത്തു തരുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പാപം പുറത്തരണമെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അറഫ ദിവസത്തിന്റെ നോമ്പ് നോറ്റാൽ പിറ്റത്തെ കൊല്ലവും മൂപ്പർ ഉണ്ടാവും, മരിക്കൂല എന്ന് അതിനർത്ഥമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഇനി ആരെങ്കിലും അറഫ ദിവസത്തിന്റെ നോമ്പ് നോറ്റിട്ട് പിറ്റേ ദിവസം തന്നെ മരിച്ചാൽ നിങ്ങൾ വലിയ ഗുലുമാലൊന്നും ആക്കാൻ പോകണ്ട. അത് മൊത്തത്തിൽ അല്ലാഹു തആല ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അപൂർവമായ ചില സംഭവങ്ങൾ ഉണ്ടാകും. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ദുൽഹിജ്ജ 9-ന്റെ നോമ്പ് നോൽക്കുന്നതോടൊപ്പം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, വൽ അഹ്വതു സൗമു യൗമിസ് സാമിൻ, ദുൽഹിജ്ജ 8-ാം ദിവസവും കൂടി നോമ്പ് നോൽക്കുന്നത് നല്ലതാണ്, ഏറ്റവും സൂക്ഷ്മതയാണ്. കാരണം ചിലപ്പോൾ ദുൽഹിജ്ജ 9 ആ 8-ന്റെ ദിവസമാകാൻ സാധ്യതയുണ്ട്. മാസം കാണുന്നതിന്റെ വിഷയത്തിൽ ചിലപ്പോൾ അങ്ങോട്ടിങ്ങോട്ടായാൽ ചിലപ്പോൾ ദുൽഹിജ്ജ 8, 9 ആകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ദുൽഹിജ്ജയുടെ 8-ാം ദിവസം നോമ്പ് നോൽക്കുന്നത് ശ്രദ്ധിക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. ഇനി അതല്ലാതെ തന്നെ ദുൽഹിജ്ജയുടെ 1 മുതൽ 9-ന്റെ മുമ്പുള്ള 8 ദിവസങ്ങളും നോമ്പ് നോൽക്കുന്നത് സുന്നത്താണ്, പ്രധാനപ്പെട്ട സുന്നത്ത് തന്നെയാണ് എന്ന് പോലും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. അങ്ങനെയാണ് ഫത്ഹുൽ മുഈനിലെല്ലാം അതാ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നോമ്പ് നോൽക്കുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം, നിസ്കരിക്കുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം,
ദിക്ർ ചൊല്ലുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം, ഖുർആൻ ഓതുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം, സ്വദഖ ചെയ്യുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം, ഇൽമു പറഞ്ഞു കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം, ആ പറഞ്ഞു കൊടുക്കുന്ന ഇൽമു കേൾക്കുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയം, വഅദ് സംഘടിപ്പിക്കുമ്പോൾ വഅദിന്റെ സദസ്സിൽ വന്നു കൂടുന്നതിന് വലിയ പ്രതിഫലമുള്ള സമയമാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അത്രയും പ്രതിഫലം ലഭിക്കുന്ന വേറൊരു സമയമില്ല എന്ന് പോലും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ സുഹൃത്തുക്കളെ, ഈമാനുള്ള മനുഷ്യൻ എന്താണ് ചിന്തിക്കേണ്ടത്? കഴിവിന്റെ പരമാവധി ഈ നല്ല നല്ല അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. ആ ഉപയോഗപ്പെടുത്തിയിട്ട് അവന്റെ ആഖിറമൊന്ന് രക്ഷപ്പെടുത്തണം, അതാണ് ചിന്തിക്കേണ്ടത്. കാരണം ഈ ഭൗതിക ലോകത്ത് ഒരാൾക്കും ശാശ്വതമായി ജീവിക്കാൻ കഴിയില്ല. എത്ര